ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസികൾ നേരിടുന്ന അതീവ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി സർക്കാർ ഒരു സ്ഥിരം പ്രവാസി പഠന സമിതി രൂപീകരിക്കണമെന്ന് പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ഇ.പി. മുഹമ്മദ് അലി മംഗള ആവശ്യപ്പെട്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ തൊഴിൽ, താമസം, ആരോഗ്യ പരിചരണം, ശമ്പള വിവാദങ്ങൾ, തൊഴിൽ സുരക്ഷ, നിയമസഹായം തുടങ്ങി നിരവധി പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇവ സമഗ്രമായി പഠിക്കുവാൻ സർക്കാർ ഒരു സ്ഥിരം പ്രവാസി പഠന സമിതി രൂപീകരിക്കണമെന്ന സാമൂഹിക പ്രവർത്തകൻ ഇ.പി. മുഹമ്മദ് അലി മംഗള. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിച്ഛലമായ ഒട്ടും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വൻ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള മുഴുവൻ നിയോജക മണ്ഡലങ്ങളുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയങ്ങൾ ആഹ്ലാദപൂർവ്വം ഏറ്റെടുക്കുകയാണ് പ്രവാസ ലോകത്തിൽ നിന്ന്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ച ഒരു സർക്കാരായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന പിണറായി ഗവൺമെൻറ്. ഒട്ടനവധി വിഷയങ്ങളിൽ കൊറോണ കാലഘട്ടത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ശേഷമുള്ള സമയങ്ങളിലും വാഗ്ദാന പെരുമഴകൾ പെയ്യുകയും വെറും പിരിവിന് മാത്രം എന്നുള്ള രൂപേണ വന്ന് മോഹന വാഗ്ദാനങ്ങൾ നൽകി പ്രവാസികളെ വഞ്ചിച്ചു. അത് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അതിൻ്റെ പ്രതിഷേധം പ്രവാസികളും അതുപോലെ തന്നെ പ്രവാസി കുടുംബങ്ങളും വളരെ ശക്തമായി തന്നെ ആ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തിളക്കമാർന്ന വിജയത്തിലെത്താൻ അത് സാധിക്കുകയും ചെയ്തു. ഇനി വരാൻ പോകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDF സംവിധാനത്തിലുള്ള ഒരു ഗവൺമെൻറ് വളരെ വ്യത്യസ്തമായ രൂപത്തിലുള്ള പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതവർ അതുപോലെ തന്നെ നല്ല നിലയിൽ പ്രവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രവാസികൾക്കുള്ള വിശ്വാസം. അത് എന്നും ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രവാസി സമൂഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഈ സമിതി വിവിധ രാജ്യങ്ങളിലെ പ്രവാസികളിൽ നിന്നും വിവരങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും ശേഖരിച്ച അവ പഠനവിധേയമാക്കി കാലാനുസൃതമായ റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കണം. ഇത്തരം പഠനങ്ങളും റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കി പ്രവാസികളുടെ ക്ഷേമത്തിന് കൂടുതൽ ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുകയും അവരുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പാക്കുകയും വേണമെന്നും പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ മന്ത്രിസഭയിൽ പ്രവാസികാര്യ വകുപ്പ് മന്ത്രി കൂടി മുൻകാലത്തെ പോലെ ഉൾപ്പെടുത്തണമെന്നും പ്രവാസി സമൂഹത്തിന് വേണ്ടി ഇ.പി. മുഹമ്മദ് അലി മംഗള ആവശ്യപ്പെട്ടു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അവർ നേരിടുന്ന പ്രയാസങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അവരൊരു പുനരുദ്ധാരം ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു ജോലിയോ കൂലിയോ ഇല്ലാതെ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് വന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അവർക്ക് ആവശ്യമായ രൂപത്തിലുള്ള ഒരു സഹായം നൽകി അതിൽ പുനരധിവസിക്കുന്ന രൂപത്തിലേക്ക് ഈ ഗവൺമെൻറ്റും എത്തിച്ചേരും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.